വിദ്യാഭ്യാസ മന്ത്രാലയത്തിലല്ല തീപിടുത്തം ഉണ്ടായതെന്ന് കേന്ദ്ര സർക്കാർ. കർത്തവ്യ ഭവൻ 2 വിദ്യാഭ്യാസ മന്ത്രാലയം നിലവിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ തീപിടുത്തം ഉണ്ടായത് ITOയിലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിലാണെന്ന് കേന്ദ്ര സർക്കാർ. ബി ബാലഗോപാൽ ഉണ്ട് വിവരങ്ങളുമായി. ബാലു പറയൂ. ആര്യ, ഈ നീറ്റ്, CBSE തുടങ്ങിയ പല വിവാദങ്ങൾക്കിടയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനത്ത് ഇങ്ങനെ തീപിടുത്തമുണ്ടായി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നത്. അതായത് വികാസ് മാർഗിലുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഈ കെട്ടിടത്തിന് തീപിടുത്തമുണ്ടായെന്നും സുപ്രധാനമായ പല രേഖകളും അവിടെ കത്തി നശിക്കുകയാണെന്നും ഒക്കെയുള്ള വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഈ തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറി ശ്രമമാണോ എന്ന കാര്യത്തിൽ പോലും, അതായത് ഒരു അന്വേഷണം ഉണ്ടാകുകയാണെങ്കിൽ അത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആസൂത്രിതമായിട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായതെന്ന ആരോപണങ്ങളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. ആ വ്യക്തതയിൽ ക്ലാരിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഈ നിലവിൽ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രവർത്തിക്കുന്നത് കർത്തവ്യ ഭവനിലെ 2 നമ്പർ കെട്ടിടത്തിലാണ്. അതായത് കർത്തവ്യ ഭവൻ 2-ലാണ് ഈ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രവർത്തിക്കുന്നത്. അവിടെ യാതൊരു തരത്തിലുള്ള തീപിടുത്തവും ഉണ്ടായിട്ടില്ല. ഈ ITOയിലുള്ള ഈ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് ലാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ തീപിടുത്തത്തിൽ ഈ സുപ്രധാനമായ രേഖകളും മറ്റും കത്തിയിട്ടില്ല. അത് അത്ര വലിയൊരു ഓഫീസല്ല, അതായത് തന്ത്രപ്രധാനമായ ഒരു ഓഫീസല്ല എന്നും ഈ വിശദീകരണത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിശദീകരണം നൽകുന്നതെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നീറ്റ്, CBSE പരീക്ഷകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള വിവിധ ആരോപണങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായതിനെ സംബന്ധിച്ച് പല ദുരൂഹതകളും പ്രചരിച്ചിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണം മുന്നോട്ട് വരുന്നത്.